അഖിലേ, നേരം വെളുത്ത് ഈ നേരമായിട്ട് എഴുന്നേറ്റില്ലേ? ഈ പെങ്കൊച്ചിത്ത് എവിടെ പോയി കിടക്കുക? അഖിലേ, അഖിലേ, അഖിലേ. ആ, നീ ഇതുവരെ കുളി കഴിഞ്ഞില്ലേ? ഇന്നത് എന്തു പറ്റി? ഒരടുക്കും ചിട്ടയുണ്ടായിരുന്ന കുട്ടിയാ, ഇതിപ്പോ എല്ലാം അലങ്കോലമായി. നീയായിരുന്നു ബാത്റൂമില്? അപ്പോ അഖില എന്തിയെ? ഞാൻ കണ്ടില്ല. ഞാൻ എഴുന്നേറ്റപ്പോ മുറിയിലില്ലായിരുന്നു. അടുക്കളയിൽ കാണുമെന്ന് വിചാരിച്ചു. പുറത്തെങ്ങുമില്ല. ഞാൻ എല്ലായിടത്തും നോക്കി. സിസിലി ചേട്ടത്തി പോയ പിന്നെ അവളല്ലേ മുറ്റടിച്ച് തൂക്കുന്നേ, അതും ചെയ്തിട്ടില്ല. പിന്നെ അവളിത് എവിടെ പോയി? രാവിലെ എന്തായാലും കുളി കഴിഞ്ഞിട്ടുണ്ട്. ബാത്റൂം നനഞ്ഞു കിടക്കുമായിരുന്നു. ആ നനഞ്ഞ ടവലും അതിനകത്തുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, അവളെന്ന് വിളിച്ചു നോക്ക്. ആ അവള് ഫോൺ കൊണ്ടുപോയിട്ടില്ല. ഈശ്വര, ഇതെവിടെ പോയോ ആവോ? പറയാതെ എങ്ങും പോകുന്നതല്ലല്ലോ അവള്. ആകെ മനസ്സ് വിഷമിച്ച അവസ്ഥയിലായിരുന്നു. എനിക്കാകെ പേടിയാവുക. അങ്കിളിന് രാവിലെ നടക്കാറങ്ങുന്ന ശീലമുണ്ടോ? അങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങിയൊന്നുമല്ല, വെറുതെ ഇരുന്നപ്പോ ഒന്ന് ചുറ്റാന്ന് കരുതി, അത്രേ ഉള്ളൂ. വീട്ടിലിരുന്നിട്ട് ആകെ ഒരു ശ്വാസം മുട്ടല. പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നങ്ങളുണ്ടായി ഇന്നലെ. ഞാൻ അറിഞ്ഞു, അമൃത രാത്രി വിളിച്ചിരുന്നു. അംബിക ആന്റി ആയിട്ട് അമൃത ഉണ്ടാക്കിയ ധാരണയൊക്കെ എനിക്ക് നേരത്തെ അറിയായിരുന്നു. ആ സ്വർണം കൊടുക്കാൻ വേണ്ടിയിട്ടാ ബാങ്കില് ലോണിന് അപേക്ഷിച്ചതും. അവൾക്കിതൊക്കെ എന്നോടെങ്കിലും പറയാമായിരുന്നു. എന്തിനാ എല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് മനസ്സിലിട്ട് ശ്വാസം മുട്ടി ജീവിക്കുന്നേ? ഒടുവിൽ എന്താ ഉണ്ടാവുക? എത്ര നല്ല ഉദ്ദേശത്തോട് ചെയ്ത കാര്യമാണെങ്കിലും ബാക്കിയുള്ളവർ തെറ്റിദ്ധരിക്കും. അതായിപ്പോയി അമൃതയുടെ സ്വഭാവം. എല്ലാം അങ്ങോട്ട് ഒറ്റയ്ക്ക് സഹിക്കുക. ഇതിപ്പോ ബാങ്കിന്റെയും ലോണിന്റെ ഒക്കെ കാര്യമായതുകൊണ്ടാ എന്നോടെങ്കിലും പറഞ്ഞത്. ഒന്നാലോചിച്ചാ ഇതിലൊന്നും കുറ്റം പറയാനും പറ്റില്ല. അവൾക്കൊരു അച്ഛന്റെ സഹായം ആവശ്യമായ കാലത്തൊന്നും ഞാനുണ്ടായിരുന്നില്ല. ഒടുവിൽ എന്റെ നിവൃത്തിയിടുകൊണ്ടാ ഞാനിങ്ങോട്ട് തിരിച്ചു വന്നത്. അങ്ങനെ വന്ന ഒരാളെ വിശ്വസിക്കേണ്ട കാര്യം അവൾക്കുമില്ല. ഏയ്, അങ്കിള് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അല്ല, അഖില പിന്നെന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഞങ്ങളാരും അങ്ങനെ സംസാരിക്കാനൊന്നും പോയില്ല. സംസാരിക്കും തോറും അവളുടെ വാശി കൂടുകയുള്ളൂ. അഭിമന്യുവിന് അറിയാലോ അവളുടെ സ്വഭാവം. എല്ലാം ഒന്ന് ശാന്തമായിട്ട് സംസാരിക്കാന്ന് കരുതിയിരിക്കുക. അത് ചിലപ്പോൾ അഖിലേക്ക് വലിയ ഷോക്കായിട്ടുണ്ടാവും. കുറച്ച് ദിവസമായിട്ട് എത്ര തവണ അമൃതയായിട്ട് വഴക്കുണ്ടാക്കിയത്. അമൃത ചെയ്തൊക്കെ അവൾക്ക് വേണ്ടിയിട്ട് കൂടിയാണെന്ന് അറിയുമ്പോൾ കുറ്റബോധം ഉണ്ടാവും. അതാണ് ആ പൊട്ടിത്തെറിയായതും. എന്നാലും ആകാശിനെ വിളിച്ച് അവള് സംസാരിക്കുന്ന ഞങ്ങളാരും കരുതിയില്ല. അയാളാണെങ്കിൽ ഒന്നും അറിഞ്ഞതുമില്ല. മിക്കവാറും സഹദേവന്റെ വീട്ടിലും വഴക്കായി കാണും. ഞാൻ ആകാശിനോടൊന്ന് സംസാരിച്ചാലോ? അത് അഖിലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവളുടെ മനസ്സ് മാറ്റിയെടുക്കുകയല്ലേ വേണ്ടത്. കുറച്ച് സമയം എടുക്കും. അത് കഴിഞ്ഞ് ഞാനും അമൃതയും കൂടി അവളോട് സംസാരിക്കാം. അമൃതയോട് സമാധാനമായിട്ടിരിക്കുക അങ്കിൾ പറ. എന്തായാലും കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചില്ലേ, ഇനിയുള്ള പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.